ഹായ് എവ്രി വൺ. സോ ഇന്ന് കുറച്ച് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ +1 +2 CBSE ബോർഡ് എക്സാംസൊക്കെ കുട്ടികൾ അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാക്ടിക്കൽ എക്സാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലൊരു ടോപ്പിക്കാണ് Python MySQL കണക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണക്ടിവിറ്റി പ്രോഗ്രാംസും ചെയ്യണം, അതിന് പ്രോജക്റ്റും ചെയ്യണം. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഇതൊക്കെ എനേബിൾ ചെയ്യിപ്പിച്ചപ്പോൾ കുറച്ച് എറേഴ്സ് കാണുകയുണ്ടായി. അപ്പോൾ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ള കാര്യം കൂടുതലായി പഠിക്കുകയും ചെയ്തു. അപ്പോൾ പഠിച്ച കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ആദ്യത്തെ ഈ എറേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഒന്ന് ബാഡ് ഹാൻഡ് ഷേക്ക് എറർ, സെക്കൻഡ് വൺ CHARSET UTF-8 unsupported Python, then pip missing, then CHARSET UTF-8 error. ഈ 4 എറേഴ്സാണ് കോമൺ ആയിട്ട് ഒരു സിസ്റ്റത്തിലായിട്ട് കണ്ടുവന്നത്. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുക 1 by 1 നോക്കാം നമുക്ക്. അതിൽ ഫസ്റ്റ് വൺ ബാഡ് ഹാൻഡ് ഷേക്ക് എറർ എന്ന് പറയുന്നത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് use_pure = true എന്ന കാര്യം ഏതിൽ കൊടുക്കുക? കണക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ mydb mysql.connector.connect എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കില്ലേ, പാരാമീറ്റേഴ്സ് പാസ് ചെയ്തിട്ട് ഹോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്ത് കൊടുക്കുക? ഈ സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡിയാവും. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്റ്റെപ്സ് ടു റിസോൾവ് CHARSET UTF-8 unsupported Python. അത് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് pip3 install mysql connector python = ഈ വേർഷൻ 8.0.29 എന്ന് പറഞ്ഞിട്ട് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഓക്കെ. ദെൻ പിപ്പ് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം കസ്റ്റമൈസ്ഡ് ഇൻസ്റ്റാളേഷൻ അല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കസ്റ്റമൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കോമ്പണൻസും എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പിപ്പും കൂടി ഉണ്ടാവും. അതെല്ലാം ലൈബ്രറീസും എന്തൊക്കെ കോമ്പണൻസും ഒക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഓക്കെ. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് എററാണ് CHARSET = UTF-8 എന്നുള്ളത്. UTF-8 എറർ റിസോൾവ് ചെയ്യാൻ ഇതേ കണക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ use_pure കൊടുത്തില്ലേ, അവിടെ തന്നെ അതേ ഇതിൽ തന്നെ പാരാമീറ്ററായിട്ട് CHARSET = UTF-8 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും എറേഴ്സാണ് സാധാരണ ഞാൻ കണക്ടിവിറ്റി ചെയ്തപ്പോൾ ഉണ്ടായ ഇഷ്യൂസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് റിസോൾവ് ചെയ്യാൻ പറ്റി, അത് പഠിക്കാൻ പറ്റി. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ ഇൻഫർമേഷൻ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ അല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ റിവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ.